എൻ്റെ പേര് ഫാദർ ആൻ്റണി അമ്പാട്ട്. ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് സഭയിലെ ഒരു അംഗമാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് സഭയുടെ സെൻറ്റ് പോൾ പ്രൊവിൻസിൻ്റെ, കേരളത്തിലുള്ള പ്രൊവിൻസിൻ്റെ കണ്ണൂരുള്ള ചാണകക്കുണ്ട് എന്നറിയപ്പെടുന്ന കരുണാപുരത്തെ മൈനർ സെമിനാരിയുടെ റെക്ടറസിനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് കൊളക്കാട് സെൻറ്റ് തോമസ് ഇടവകയാണ്. ഞാൻ അച്ഛനായിട്ട് 11 വർഷമായി. എൻ്റെ സഭ സ്ഥാപിച്ചത് ജോസ് കൈമളേട്ട് എന്നൊരു പുണ്യപ്പെട്ട വൈദികനാലാണ്. അച്ഛൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരാണ് സഭ സ്ഥാപിച്ചത്. അതിനുശേഷം 2003 ഞാൻ ഇപ്പോഴുള്ള ഈ സെമിനാരിക്ക് അച്ഛൻ രൂപം കൊടുത്തത്. അങ്ങനെ നല്ല വിശുദ്ധരായ വൈദികരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സഭ സ്ഥാപിച്ചത്. ഇന്ന് ഇന്ത്യയിലാകമാനം 500-ലേറെ വൈദികർ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വലിയ സമൂഹമായി ഞങ്ങൾ വളർന്നത് തീർച്ചയായിട്ടും അച്ഛൻ്റെ നല്ല ജീവിതവും ഞങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃകയുമൊക്കെയാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സെമിനാരിയിൽ 18ഓളം വൈദിക വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങൾ 4 വൈദികർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. ചെറുപ്പത്തിൽ സെമിനാരിൽ പോകാനായിട്ട് വലിയ ആഗ്രഹമുണ്ട ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചൊരു കാര്യം നല്ല ഒരു വിശുദ്ധ കുർബാന കാണുന്നത് എന്നും സന്തോഷമായിരുന്നു. ഒരു നല്ല ആരാധനയ്ക്ക് കൂടാൻ സാധിക്കുക എന്നുള്ളത് വലിയ ആനന്ദമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും. അതിനോടൊപ്പം എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നൊരു കാര്യം വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് വൈദികർ പറയുന്ന നല്ല പ്രസംഗങ്ങൾ എന്നെ എന്നും ഒത്തിരി ആകർഷിച്ചിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരു സെമിനാരിയിൽ ചേരാമെന്നുള്ള ഒരു തോന്നലൊക്കെ മനസ്സിൽ കയറിക്കൂടിയ സമയത്ത് ഈ സഭയെക്കുറിച്ച് കേൾക്കാനിടയായി. അങ്ങനെ ഈ സഭയിലേക്ക് ഞാൻ കടന്നു വരാനിടയായി. ആദ്യമേ പോയത് ആന്ധ്രാപ്രദേശിലാണ്. ചെന്നപ്പോൾ തന്നെ മനസ്സിന് ഒരല്പം അസ്വസ്ഥതയും ഒരു വേദനയൊക്കെ തോന്നി. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ. തീർത്തും വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ ശരിയാകുന്നില്ല, തിരിച്ചു പോയേക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച കാലഘട്ടമായിരുന്നു സെമിനാരിൽ ചേർന്ന ആദ്യത്തെ ഒരു വർഷം. അതിനുശേഷം ഞാൻ തിരിച്ച് കേരളത്തിലേക്ക്, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സെമിനാരിയിലാണ് എൻ്റെ 2ാമത്തെ വർഷം പഠനത്തിനായിട്ട് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ പൗരോഹിത്യ പരിശീലനത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച ഒരു അനുഭവം. ഇതാണ് ഡിസംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും സാധാരണ എല്ലാ വർഷവും ഞങ്ങൾക്ക് വാർഷിക ധ്യാനങ്ങൾ നടക്കും. അങ്ങനെ ഒരു വാർഷിക ധ്യാനത്തിൻ്റെ സമയത്ത് അത് ധ്യാനിപ്പിച്ച അച്ഛനെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഓർക്കുന്ന 1-2 കാര്യങ്ങൾ അത് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ആ അച്ഛൻ കൂടി ഒരു സിസ്റ്റർ, ഒരു ബ്രദർ, ഒരു പാട്ടുകാരൻ, ഒരു 4 പേരുമാണ് വന്ന് ധ്യാനിപ്പിച്ചത്. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയി. 3ാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത്, വിശുദ്ധ കുർബാന കഴിഞ്ഞു, ആരാധനയുടെ സമയത്ത് എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം മനസ്സിലേക്ക് നിറയാണ്. ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി സംശയങ്ങളുമായിട്ടൊക്കെയാണ് ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. കാരണം ഇനി മുമ്പോട്ട് എങ്ങനെയാണ്, കാരണം ഒത്തിരി പ്രതിസന്ധികൾ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്, പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പോലെ പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ശരിക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ആരാധനയുടെ സമയത്ത് വിശുദ്ധ കുർബാനയെ നോക്കിയിരുന്ന് കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ പട്ടത്തിൻ്റെ ദിവസമാണ്. ശരിക്കും കണ്ണ് നിറയുന്ന ഒരു അനുഭവം. പട്ടത്തിൻ്റെ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പപ്പയും മമ്മിയും ആൻറ്റിമാരൊക്കെ വളരെ സന്തോഷത്തിൽ ഈ പട്ടത്തിൽ പങ്കെടുക്കുന്നതായ ഒരു ചിത്രം ഞാനിങ്ങനെ എൻ്റെ മുമ്പിൽ കാണുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ ദീപികാരുടെ ഈശോയെ കാണുന്നു, കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ഒരു രംഗമാണ്. ശരിക്കും അതാണ് പിന്നീട് എന്നെ മുമ്പോട്ട് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് എൻ്റെ പട്ടത്തിൻ്റെ ദിവസം എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ഞാൻ ഒരിക്കലും സെമിനാരിയിൽ നിന്ന് വിട്ടുപോകുന്നതിനെക്കുറിച്ചോ സെമിനാരി ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് കിട്ടിയൊരു ബോധ്യം ഇതാണ്, ഞാൻ അന്ന് കണ്ടത് എൻ്റെ പട്ടത്തിൻ്റെ ദിവസം
എല്ലാവരും സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ ഈ പട്ടത്തിൽ പങ്കെടുക്കുന്നതാണ്. അതിനുശേഷം ഒരിക്കലും സെമിനാരി ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിർത്തുന്നതിനെക്കുറിച്ചോ ഒന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ശരിക്കും അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ദിവ്യകാരുണ്യത്തിൽ എനിക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ കിട്ടിയ, അല്ലെങ്കിൽ പൗരോഹിത്യത്തെ കൂടുതൽ സ്നേഹിക്കാൻ കിട്ടിയ ആദ്യത്തെ അനുഭവമായിരുന്നത്. ഒരിക്കലും ഞാൻ മറക്കില്ല. ഇന്നും ഞാൻ ഈ ചാപ്പലിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് അന്ന് അനുഭവിച്ച അതേ സന്തോഷം വീണ്ടും അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അന്ന് ദിവ്യകാരുണ്യ ഈശോ എനിക്ക് തന്ന വലിയൊരു ബോധ്യം ഇതാണ്: ഞാനെല്ലാം അറിയുന്നുണ്ട്, ഞാനെല്ലാം കാണുന്നുണ്ട്, നിൻ്റെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ നിനക്ക് നേരത്തെ വെളിപ്പെടുത്തി തരുന്നു എന്നുള്ള ഒരു 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 സംസാരമാണ് എനിക്ക് അന്ന് ഉള്ളിൽ അനുഭവിക്കാനിടയായത്. അത് തീർച്ചയായിട്ടും പട്ടത്തിൻ്റെ ദിവസം അതേ കളറുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും അതേ കളറുള്ള ഡ്രസ്സ് ഇട്ട് എൻ്റെ ആൻറ്റിമാരൊക്കെ എൻ്റെ ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഓർത്തു, ദൈവമേ, അന്ന് നീ കാണിച്ചു തന്ന അതേ കാര്യം എനിക്ക് അതേപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ എനിക്കിട വന്നല്ലോ. നോക്കി എന്തുമാത്രം കരുതലോടെയാണ് കർത്താവ് അന്ന് എന്നെ ആ ഒരു രംഗം കാണിച്ചതെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇത് ആദ്യത്തെ എൻ്റെ ഒരു ശരിക്കുമുള്ളൊരു ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവമായിരുന്നു. ഇതാണ് പിന്നീട് അങ്ങോട്ട് എന്നെ മുമ്പോട്ട് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. മൈനസ് സെമിനാറിലെ പഠനമൊക്കെ കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിൽ വീണ്ടും ഞാൻ ഫിലോസഫിക്കായിട്ട് പോയി. ഫിലോസഫി പഠനമൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. അതിനുശേഷം റീജൻസി ഞാൻ ഈ സെമിനാരിയിൽ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ സഭയിൽ നിന്ന് കേരളത്തിലെ ഒരാളെ പഠിക്കാൻ വിടുകയാണ്. അങ്ങനെ എന്നെയാണ് ആദ്യമായിട്ട് വിടുന്നത്. ഞാൻ വടവാതൂർ സെമിനാരിയിലാണ് തിയോളജി പഠനത്തിനായിട്ട് പോയത്. അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യം, വടവാതൂർ സെമിനാരിയുടെ ഏറ്റവും മുകളിലായിട്ട് സന്നിധാനം എന്ന് പറഞ്ഞൊരു ചാപ്പലുണ്ട്. ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് 24 മണിക്കൂറും പ്രദേശത്തിന് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു കുഞ്ഞു ചാപ്പൽ. ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സെമിനാരിയുടെ സന്നിധാനം എന്ന് പറഞ്ഞ ചാപ്പലിൽ. ശരിക്കും ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ പഠിച്ച എല്ലാവർക്കും അതിനോടൊരു പ്രത്യേകമായൊരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നും. കാരണം അത്രമേൽ ഒരു ശാന്തത അനുഭവിക്കാൻ പറ്റുന്ന, അത്രമേൽ ഈശോയുടെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ സന്നിധാനം. അവിടെ ഇരുന്ന് ഒത്തിരി രാത്രികൾ പ്രാർത്ഥിക്കാനും ഒരു നല്ല തീരുമാനം എടുക്കാനൊക്കെ അവിടെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കാരണം ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇനി എന്ത് എന്നൊരു കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ആശ്രയിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ സന്നിധാനം. അങ്ങനെ ഒത്തിരി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരുന്നു, വർഗീസ് കോടിക്കൽ. ഒരു നല്ല അച്ഛൻ, ശരിക്കും ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു നല്ല അച്ഛൻ, വർഗീസ് കോടിക്കൽ അച്ഛൻ. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സ്പിരിച്വൽ ഡയറക്ഷന് വേണ്ടി പോകുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, അത് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് ഉറപ്പിച്ച് കിട്ടിയൊരു വാക്യമായിരുന്നു. ഇങ്ങനെയാണ്: മോനെ, നീ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മറക്കരുതാത്തൊരു കാര്യം ഇതാണ്, നീ വിളിക്കുമ്പോൾ ഈശോ നിൻ്റെ വിളി കേട്ട് അപ്പത്തിലേക്ക് വരും. നീ വിളിക്കുമ്പോൾ ഈശോ നിൻ്റെ വിളി കേട്ട് അപ്പത്തിലേക്ക് വരും. അതിങ്ങനെ ഉള്ളിലൊരു ബോധ്യമായിട്ട് ഉറപ്പായിട്ട് ഇങ്ങനെ ഉറച്ചു നിന്ന ഒരു വാക്കാണ്. ഇങ്ങനെ 2014 ഏപ്രിൽ മാസം 29 ആയിരുന്നു എൻ്റെ പട്ടമൊക്കെ അതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്, ഞങ്ങൾക്ക് കോട്ടയത്തൊരു ധ്യാനകേന്ദ്രമുണ്ട്, ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രം. ആ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്കറിയാലോ, സെമിനാരിയിലെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന തീക്ഷ്ണമായ ആഗ്രഹത്തിലാണ് പുറത്തേക്ക് വരുന്നത്. ഒരു 11 വർഷത്തെ ഫോർമേഷൻ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ സെമിനാരിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ധ്യാനകേന്ദ്രത്തിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ അച്ഛനായതിനു ശേഷം നമുക്ക് ഏകദേശം 1 മാസത്തോളം അവധിയൊക്കെ കിട്ടും. വീട്ടിലും കുടുംബക്കാരുടെ അടുത്തൊക്കെ പോയി കുർബാനയൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കിട്ടും. പക്ഷേ ഞാൻ ഒത്തിരി സമയം എടുത്തില്ല. 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് പെട്ടെന്ന് പ്രൊഫഷണൽ ഹൗസിലേക്ക് ചെന്നു. ഞാൻ അപ്പോയിൻമെൻറ്റ് ഏറ്റെടുത്തു.
അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റിൽ ഞാനിങ്ങനെ മുമ്പോട്ട് പോകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കിയ ഒരനുഭവമായിരുന്നു. അതായത് ഈ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ആ ക്യാമ്പസിനുണ്ടായ ഒരു കുഞ്ഞു ചാപ്പൽ, മരിയൻകൂടാരം എന്നാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. മരിയൻകൂടാരം, ഒരു കുഞ്ഞു ചാപ്പൽ, ഓല കൊണ്ടൊക്കെ ഇങ്ങനെ മേഞ്ഞ് പനമ്പൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് പ്രാർത്ഥന ആലയം. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന നടക്കും. ഞങ്ങളുടെയൊക്കെ പവർ ഹൗസ് എന്നാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. കാരണം അത്ര ഒരു പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ആലയം, അതാണ് ഈ മരിയൻകൂടാരം. എല്ലാ ദിവസവും രാവിലെ 6:15 വിശുദ്ധ കുർബാനയുണ്ട്. ഞാനും നമ്മുടെ ഡയറക്ടർ അച്ഛനും അച്ഛന്മാരെല്ലാം കൂടെ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ധ്യാനമില്ലാത്ത സമയത്ത് അങ്ങനെ വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാം. അങ്ങനെ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ ചാപ്പലിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കാണുന്നതാണ്, തലേദിവസം വലിയ മഴയായിരുന്നു, നമ്മുടെ മരിയൻകൂടാരം നിലംപൊത്തി കിടക്കുകയാണ്. അത് താഴെ പോയി. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, ഞങ്ങളുടെ പവർ ഹൗസ് നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഡയറക്ടറേഷൻ എന്നോട് പറഞ്ഞു, ഞാനാണ് അഡ്മിനിസ്ട്രേറ്റർ, ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണല്ലോ. എന്നോട് പറഞ്ഞു, അച്ഛാ നമുക്ക് പെട്ടെന്ന് തന്നെ മരിയൻകൂടാരം പുതുക്കി പണിയണം കേട്ടോ, അച്ഛനെ ഇതിൽ ചാർജ് ഏൽപ്പിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. കാരണം ആദ്യമായിട്ട് നമ്മളൊരു കാര്യം നമ്മുടെ അധികാരി ഏൽപ്പിക്കുകയാണല്ലോ. വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ പണി തുടങ്ങുകയാണ്. അങ്ങനെ പണി മുമ്പോട്ട് പോകുന്നു. വലിയ കുഴപ്പമില്ലാതൊക്കെ മുമ്പോട്ട് പോകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ശനിയാഴ്ച, ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയ ചില ദിവസങ്ങളും ചില സമയങ്ങളും നമ്മൾ ഒരിക്കലും മറക്കുകയല്ലോ. അപ്പം അങ്ങനെ ഒരു ശനിയാഴ്ച നമ്മുടെ ഈ കുഞ്ഞു കോൺട്രാക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അച്ഛാ നമുക്ക് തിങ്കളാഴ്ച രാവിലെ എറണാകുളം വരെ പോകണം, സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പോവാം. എന്നോട് പറഞ്ഞു, അച്ഛൻ ഇച്ചിരി പൈസയും കൂടെ കയ്യിൽ കരുതണം. ഞാൻ ചോദിച്ചു എത്ര വേണം? ഒരു 1,10,000 രൂപ അച്ഛാ കയ്യിലുണ്ടാവണേ. ഞാൻ പറഞ്ഞു ഉണ്ടാവാം, കാരണം ധ്യാനകേന്ദ്രമാണല്ലോ, പൈസയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം ബാങ്കിൽ പോയി നമ്മുടെ പാസ്ബുക്ക് ആ മെഷീനിൽ കയറ്റി പുറത്തേക്ക് ഇറക്കി. അപ്പോൾ നോക്കുമ്പോൾ അതിനുള്ള 7,000 രൂപയുള്ളൂ. ഈ പാസ്ബുക്കിൻ്റെ അകത്ത് 7,000 രൂപയുള്ളൂ. എനിക്ക് ഒട്ടും അസ്വാഭാവികതയോ അസ്വസ്ഥയോ ഒന്നും തോന്നിയില്ല, കാരണം പൈസ ഉണ്ടാവും. ഞാൻ തിരിച്ചു വന്ന് ഡയറക്ടർ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് തിങ്കളാഴ്ച ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് എറണാകുളം വരെ പോകണം, അച്ഛാ പൈസ ഉണ്ടോ കയ്യിൽ? പിന്നീട് ചോദിച്ചു അക്കൗണ്ടിൽ പൈസ ഇല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇല്ലച്ചാ 7,000 രൂപയുള്ളൂ. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലേദിവസവും ആ ദിവസങ്ങളിലൊക്കെ നേരത്തെ ചെക്കൊക്കെ കൊടുത്തത് അവർ വിഡ്രോ ചെയ്തു. അങ്ങനെ പൈസ 7,000 രൂപയുള്ളൂ. ഇപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, അച്ഛാ സാരമില്ല, ഇപ്പം പൈസ ഇല്ല, നമ്മുടെ അടുത്ത് നിലവിൽ പൈസയില്ല. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു കുഞ്ഞു സങ്കടം തോന്നി. കാരണം നമ്മളെ ആദ്യമായിട്ട് ഏൽപ്പിക്കുന്നൊരു കാര്യം പൈസയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ മുൻപോട്ട് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം എന്നോട് അച്ഛൻ പറയാണ്, കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം. അപ്പം അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കറിയാവുന്ന അച്ഛന്മാരോടൊക്കെ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, അച്ഛാ പൈസയുണ്ടോ, നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് ഇന്നൊരു കാര്യത്തിന് വേണ്ടി എറണാകുളത്ത് പോകണം, പൈസയുണ്ടോ? അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛാ ഇല്ല, പൈസയില്ല, മഴക്കാലമൊക്കെ ആണല്ലോ, പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കെൻ്റെ വീട്ടിലും ചോദിക്കാൻ പറ്റില്ല, കാരണം പട്ടമൊക്കെ നടത്തിയതിന് പേരിൽ ഇച്ചിരി വലിയ കടമൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ വീട്ടിലും ചോദിക്കാൻ മേല. പിന്നെ സെമിനാരിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, നമുക്ക് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, ആരോടും ചോദിക്കാനില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നമ്മുടെ ധ്യാനകേന്ദ്രം തൊട്ടടുത്ത് അമ്മ വീട് എന്നൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛനായ ജോസഫ് കണ്ടത്തിപ്പറമ്പിലച്ഛൻ, അച്ഛനോട് ഞാൻ ചെന്ന് ചോദിച്ചു, അച്ഛാ ഇച്ചിരി പൈസയുടെ ആവശ്യമുണ്ട്, അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവുമോ? അപ്പോൾ എന്നോട് അച്ഛൻ ഇങ്ങോട്ട് പറയാണ്, അച്ഛാ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ പരിപാടിയൊന്നും ഇങ്ങനെ നിർത്തുകയല്ലോ, നമുക്കും ചെയ്യാമായിരുന്നല്ലോ, പൈസയില്ല അച്ഛാ. അച്ഛൻ പോയിരുന്ന് പ്രാർത്ഥിക്കുക, തമ്പുരാൻ ഒരു വഴി കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ ഒരു അച്ഛനായിരുന്നെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വലിയ പ്രതിസന്ധി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ദഹിക്കുകയില്ല. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്ത് പൈസ വേണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അച്ഛാ എങ്ങനെ ശരിയാകുന്നേ, ഉള്ളിൽ അങ്ങനെയൊക്കെ വിചാരിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു. ഞാൻ ഡയറക്ടർ ചോദിക്കട്ടെ, അച്ഛൻ നമ്മൾ എന്നാ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ സാരമില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് പണിയാലോ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ചിന്ത ഇതാണ്, ആദ്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന നടക്കുന്നില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഞാനന്ന് വൈകുന്നേരം ഒരു 7:30 ആയപ്പം ഈ മരിയൻകൂടാരത്തിന് തൊട്ടടുത്ത് ഗെത്സമൻ ചാപ്പൽ എന്നൊരു ചാപ്പലുണ്ട്. അപ്പോൾ ആ ചാപ്പലിൽ ഞാൻ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കരഞ്ഞുകൊണ്ട് ഒരു ബലി അർപ്പിച്ചത് അന്നാണ്. കാരണം എൻ്റെ ഉള്ളിൽ മുഴുവൻ, ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് അൾത്താരേ കയറുമ്പോൾ മുഴുവൻ എൻ്റെ ഉള്ളിലുള്ള ചിന്ത ഇതാണ്, ദൈവമേ മരിയൻകൂടാരം പണി നടക്കുന്നില്ലല്ലോ, പണിയില്ലല്ലോ, പണിയാനായിട്ട് കാശില്ലല്ലോ, ഇതൊക്കെയാണ് എൻ്റെ ചിന്ത.
ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് എടുത്ത് ഉയർത്തുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാണ്. വേറെ ഒന്നും കൊണ്ടല്ല സഹോദരങ്ങളെ, നമുക്ക് പൈസ ഉണ്ടാക്കാമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊരു കാര്യം കർത്താവ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല. ഇതാണ് എൻ്റെ സങ്കടം. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഈശോയെ എടുത്ത് ഉയർത്തുമ്പോഴൊക്കെ ഞാനിങ്ങനെ പറയുന്നതാണ്, ഈശോയെ എങ്ങനെ നടക്കും, ഈശോ ഇതെന്താ ചെയ്യണ്ടേ, പൈസ ഇല്ലല്ലോ. ഇതാണ് എൻ്റെ സങ്കടം. ഇപ്പോൾ ഇവിടെ ഒരു ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ചയായി. എനിക്കറിയാവുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇച്ചിരി പൈസ അറേഞ്ച് ചെയ്യാമോ? പക്ഷെ ആരും എന്തോ ആ സമയത്ത് ആരും സഹായിക്കാനായിട്ടില്ല. ആർക്കും ആ സമയത്ത് എന്നെ ഇത്രയും പൈസ ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ല. അന്ന് വൈകുന്നേരം ഞാൻ ഈ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഈ ഗെത്സമനി ചാപ്പലിൽ പോയി. ഞാൻ കുർബാന അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഈശോയെ എടുത്ത് ഉയർത്തുമ്പോഴൊക്കെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരാളമായിട്ട് ഒഴുകാണ്. വേറൊന്നും കൊണ്ടല്ല, ആഗ്രഹിച്ചൊരു കാര്യം നടക്കാത്തതിലുള്ള വലിയ സങ്കടം. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പം നാളെ ഞാൻ അവനോട് എന്നാ പറയും? എനിക്ക് അവനോട് പറയാനായിട്ട് എന്നെ മനസ്സനുവദിക്കുന്നില്ല. കാരണം ഈ കോൺട്രാക്റ്റിനോട് പറയാൻ മനസ്സനുവദിക്കുന്നില്ല. എടാ നാളെ പോകണ്ട, നമുക്ക് അടുത്ത ദിവസം പോകാം, ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറയാൻ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. കാരണം ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വലിയ ടാസ്ക് ആണല്ലോ. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഈ വിശുദ്ധ കുർബാനയൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഈ മരിയൻ കൂടാരത്തിൻ്റെ അടുത്ത് പോയി ആ സ്ട്രക്ചറിനെ നോക്കി ഇങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോയി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു 11 മണിയായി, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. എപ്പോഴോ ചെറിയൊരു മയക്കത്തിലേക്ക് വീഴുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഗുഡ് ന്യൂസിലെ അച്ഛനല്ലേ? ഞാൻ പറഞ്ഞു അതെ. നാളെ രാവിലെ വന്ന് അച്ഛനെ കാണാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു സാധിക്കും. രാവിലെ 6:15 കുർബാനയുണ്ട്, 6:45 കഴിയുമ്പോഴത്തേക്കും കുർബാന കഴിയും, അതിനുശേഷം വന്നാൽ കാണാം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത ഇങ്ങനെയാണ്, ഞാൻ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ, ആൾക്കാരൊക്കെ എന്നെ തേടി പിടിച്ച് കൗൺസിലിങ്ങിന് മറ്റും ചോദിക്കാനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെയുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞു രാവിലെ വരാൻ ഒക്കെ പറഞ്ഞു. ഫോൺ വെച്ചു, ഉറങ്ങി. അപ്പോഴും ചിന്ത ഇതാണ്, ഞാൻ എന്നാ ചെയ്യുന്നത് നാളെ രാവിലെ. ഇപ്പോൾ ഇവിടെ രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് വന്ന് ഒരു 8 മണിയോട് അടുത്ത സമയത്ത് റൂമിന് മുമ്പിൽ ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്നൊരു ചേട്ടൻ ഇറങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാനാണ് ഇന്നലെ രാത്രി വിളിച്ചത്. ചേട്ടനെ കയറ്റിയിരുത്തി റൂമിലിരിക്കുകയാണ് ചേട്ടൻ. എന്നിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ ഒരു 2 വർഷം മുമ്പ് പാമ്പാടി ധ്യാന കേന്ദ്രത്തിൽ ഒരു തപസ്ധ്യാനത്തിന് വന്നു. തപസ്ധ്യാനത്തിന് വന്നപ്പോൾ പുള്ളിയുടെ നിയോഗം ഇതായിരുന്നു. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടൊക്കെ നടക്കുന്ന മനുഷ്യനാണ്. ഒത്തിരി വലിയ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചിടും, എന്നിട്ട് അതിങ്ങനെ വിൽക്കുകയാണ് പുള്ളിയുടെ ജോലി. അപ്പോൾ ഒരു വലിയ പ്രോപ്പർട്ടി മേടിച്ചിട്ടു. ചേട്ടൻ ഒരു കാരണവശാലും ഇത് വിറ്റു പോകുന്നില്ല, വലിയൊരു ബാധ്യതയൊക്കെ ആയി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഗുഡ് ന്യൂസ് വന്ന് പ്രാർത്ഥിച്ചിങ്ങനെയാണ്, തപസ്ധ്യാനം എടുത്ത് പ്രാർത്ഥിച്ചിങ്ങനെയാണ്, കർത്താവേ ഇത് വിറ്റുപോയാൽ എൻ്റെ ഒരു ദശാംശം ഞാൻ ഗുഡ് ന്യൂസിൽ കൊടുക്കാം. ചേട്ടൻ ഇവിടെ വന്നു, ധ്യാനം കഴിഞ്ഞു, തിരിച്ചു പോയി. എൻ്റെ 2ാമത്തെ ആഴ്ച പ്രോപ്പർട്ടി വിറ്റുപോയി. ചേട്ടൻ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു വിലയ്ക്ക് വിറ്റുപോയി. ചേട്ടന് ഭയങ്കര സന്തോഷമായി. ചേട്ടൻ അന്ന് പോലെ ചിന്തിക്കുകയാണ്, ഗുഡ് ന്യൂസിൽ ദശാംശം കൊണ്ട് കൊടുക്കണം. അപ്പോൾ ചേട്ടൻ എന്നോട് പറയുകയാണ്, അച്ഛാ പലപ്പോഴും പൈസ ഉള്ളപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യമില്ല, സാഹചര്യമുള്ളപ്പോൾ പൈസ കയ്യിലില്ല. ഇന്നലെ രാത്രി എനിക്കൊരു ഇച്ചിരി പൈസ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ കൊണ്ട് കൊടുത്തേക്കാം. അങ്ങനെയാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. അച്ഛാ ഞാൻ വന്നത് ഇച്ചിരി ദശാംശം തരാനാണ്. മനസ്സിൽ ലഡ്ഡു പൊട്ടി മോനെ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു എൻ്റെ മനസ്സിലും. കാരണം വലിയ സന്തോഷമാണ്, ഈ ചേട്ടൻ എന്തെങ്കിലും തരാൻ വേണ്ടിയാണ് വന്നു, സന്തോഷം. ഞാനിങ്ങനെ ചേട്ടൻ്റെ പേരൊക്കെ എഴുതി, നമ്മുടെ റെസിപ്റ്റ് പേരൊക്കെ എഴുതി, അഡ്രസ്സൊക്കെ എഴുതി, ഫോൺ നമ്പർ എഴുതി. ഞാനിങ്ങനെ പേന ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ചേട്ടാ എത്ര രൂപയുണ്ട്, പൈസ അറിയണമല്ലോ, നല്ല എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ എന്നോട് ഒരു ബാഗിൽ നിന്ന് ഒരു കവർ എടുത്ത് എൻ്റെ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എണ്ണി നോക്ക്. അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെ എണ്ണി നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇല്ല ചേട്ടാ പറഞ്ഞാൽ മതി. ചേട്ടൻ പറഞ്ഞു വീണ്ടും എണ്ണി നോക്കച്ഛാ. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടൻ പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ പേന ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്നോട് ഇങ്ങോട്ട് പറയണം, അച്ഛാ 1,15,000 രൂപയുണ്ട്. സഹോദരങ്ങളെ, കുറച്ച് സമയത്തേക്ക് എനിക്ക് മിണ്ടാനോ പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ, കൈയിന് വിറയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ സന്തോഷമാണോ സങ്കടമാണോ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിറയ്ക്കുന്ന കൈകളോടുകൂടി തന്നെ ഞാനിങ്ങനെ പൈസ എഴുതിയിട്ട് ഞാനതിങ്ങനെ മുറിച്ചിട്ട് ചേട്ടനെ എടുത്ത് കൊടുത്തിട്ട്, ചേട്ടാ എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ വലിയ പ്രശ്നം ഇന്നലെ രാത്രി വരെ എന്നെ അസ്വസ്ഥപ്പെടുത്തി. ഇന്ന് രാവിലെയും ആ പ്രശ്നമായിരുന്നു എൻ്റെ ഉള്ളിൽ മുഴുവൻ. പക്ഷേ ആ ഉത്തരവാണ് ചേട്ടൻ തന്ന ഈ പൈസ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു വലിയ ബോധ്യം ഇതാണ്: വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നീ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗത്തിന് മേലും തമ്പുരാൻ ഇടപെടാതിരിക്കുക. കണ്ണുനീരോടെ ഞാൻ 2 ദിവസം അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് തമ്പുരാൻ
തന്ന ഉത്തരമാണ് സഹോദരങ്ങളെ. ഞാൻ ഈ പൈസയുടെ കണക്കിൻ്റെ കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ. അതിനപ്പുറത്തേക്ക് ഞാനൊരു നിയോഗം വെച്ചു. ഞാൻ ചോദിച്ചത് എന്നെ സേവറച്ചനെ പോലെ, വട്ടാലച്ചനെ പോലെ വലിയൊരു ധ്യാനഗുരു ആക്കണം എന്നല്ല, നമ്മുടെ ഡാനിയലച്ചനെ പോലെ ഭയങ്കര അഭിഷേകത്തിൽ വചനം പറയാൻ പറ്റുന്ന ഒരാളാക്കണം എന്നല്ല. കർത്താവ് എനിക്ക് ഇച്ചിരി പൈസ വേണം, അതെൻ്റെ ചോദ്യം. പക്ഷെ അത് കർത്താവ് അത് കണ്ടു. എൻ്റെ കണ്ണുനീര് കർത്താവ് കണ്ടു. ഞാൻ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ അർപ്പിച്ച ആ നിയോഗത്തിന് മേൽ തമ്പുരാൻ ഇടപെട്ടു എന്നത് എൻ്റെ ഉള്ളിലേക്ക് കയറി വലിയൊരു ബോധ്യമാണ്. അതിനുശേഷം എവിടെയൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോയാലും, എവിടെയൊക്കെ എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചാലും ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യം, വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നിങ്ങൾക്ക് നിയോഗമില്ലാതെ നിങ്ങൾ ബലി അർപ്പിക്കരുത്. അച്ഛന്മാർക്ക് എല്ലാവർക്കും നിയോഗമുണ്ട്, ഓരോ ദിവസവും നിയോഗമുണ്ട്. പക്ഷെ ഞാൻ പോകുന്നിടത്തൊക്കെ ജനങ്ങളോട് പറയുന്നൊരു കാര്യം, വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിയോഗമില്ലാതെ ബലിയർപ്പിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചൊരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ എന്തുമാത്രം ഭക്തിയോടെ നമ്മൾ ആ കുർബാന അർപ്പിക്കും. കാരണം അന്ന് നമുക്കൊരു നിയോഗമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ പോകണം. രാവിലെ 10 മണിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. രാവിലെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്തുമാത്രം ഭക്തിയോടെ നമ്മൾ അർപ്പിക്കും. കാരണം നമുക്കൊരു നിയോഗമുണ്ട്, എനിക്ക് ഈ ഇൻ്റർവ്യൂ പാസ്സാകും, എനിക്ക് ഈ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഭക്തിയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നീ സമർപ്പിക്കുന്ന നിയോഗത്തിന് മേൽ തമ്പുരാൻ ഇടപെടും. അതുകൊണ്ട് വിശുദ്ധ കുർബാന നിയോഗമില്ലാതെ അർപ്പിക്കരുത് എന്ന നല്ലൊരു ബോധ്യം അന്ന് എനിക്ക് കിട്ടി. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവികാരുണ്യത്തിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് ഇങ്ങനെ കരുത്തു പകരുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരനുഭവം അതെപ്പോഴും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ ഒരു ദിവികാരുണ്യ നാഥൻ്റെ സ്നേഹവും കരുതലും ഒക്കെ വീണ്ടും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കപ്പെടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആനന്ദമാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ചയായിരിക്കുന്ന ഒരു സ്ഥലമാണ് വിളക്കന്നൂർ. നമ്മുടെ സെമിനാരിയുടെ അടുത്ത് നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലം. നമുക്ക് വലിയ സന്തോഷമാണ് ഇത്ര അടുത്ത് ദിവികാരുണ്യ ഈശോയുടെ ഈ ഒരു സാന്നിധ്യവും ഈ ഒരു പ്രത്യേക ഒരു അടയാളമൊക്കെ ലഭിച്ച ഒരു സ്ഥലത്തിനടുത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് വലിയ ആനന്ദമാണ്. ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഒരു കുഞ്ഞു സംഭവം ഇവിടുന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ദിവികാരുണ്യ ഈശോയുടെ ആ ഒരു അത്ഭുതത്തെ വത്തിക്കാൻ അംഗീകരിച്ചു. അതിനുശേഷം ഒരു 2 ദിവസം അടുപ്പിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്നു. അത്ര ദൂരെ അല്ലാത്തതുകൊണ്ട് പോകാം. ഒരു ദിവസം ഞാനിങ്ങനെ വൈകുന്നേരം ഒരു 3-3:30 കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിലിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, അവിടെ വരുന്ന് പോകണം, ഉള്ളിൽ തോന്നുകയാണ്. അതിന് തലേദിവസം ഞാൻ പോയി, അതിന് 2 ദിവസം മുമ്പ് ഞാൻ പോയി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് തോന്നുകയാണ്, അവിടെ വരുന്ന് പോകണം. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ടു പോകാനായിട്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ഒരാൾ ഈ സെമിനാറിലേക്ക് നടന്നു വരികയാണ്. പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, ചുമ്മാ അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. കയ്യിൽ വണ്ടിയുടെ കീ ഉണ്ട്, അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. ഞാൻ വെറുതെ അവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഉള്ളിലേക്ക് തോന്നുകയാണ് എന്തോ വലിയൊരു പ്രശ്നം പുള്ളിക്കുണ്ട്. ഞാൻ ചോദിച്ചു, എന്നെ പറ്റിയേ? പറഞ്ഞു, ഒന്നുമില്ല ചാ. വീണ്ടും ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ല. ഇവിടെ ഞാൻ പുള്ളിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ വണ്ടിയിൽ കയറ്റി. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ വണ്ടിയെ കയറ്റി ഞാൻ ഈ വെള്ളക്കന്നൂർ ചെന്നു. അദ്ദേഹം ഈ സമയത്തൊന്നും എന്നോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചെല്ലാനായപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു, എന്നോട് ഇപ്പോൾ പറയണ്ട, വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, സഹോദരൻ കയറി നിന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഞാൻ കയറി വിശുദ്ധ കുർബാന എടുത്ത് പോയി
കുറച്ച് സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഈ സഹോദരൻ കയറ്റി പുള്ളി അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ സഹോദരൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഈ മനുഷ്യനോട് പറയാണ്. ഇപ്പോൾ ഇവിടെ ആ മനുഷ്യ ജീവിതത്തെ ആകെപ്പാടെ പിടിച്ചു കുലുക്കുന്നൊരു സംഭവമാണ്. ശരിക്കും അത് പറയാൻ എനിക്ക് പറ്റില്ല. അത്രമേൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ സഹോദരൻ കടന്നു പോകുന്നത്. ഞാൻ അന്നവിടെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതം തന്നെ മാറിപ്പോയനെ. കൊണ്ടുപോയി തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ ഒരു പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് ഒന്ന് പറയാണ്, അച്ഛാ പ്രശ്നം ഏകദേശം സോൾവായി കേട്ടോ, ഏകദേശം സോൾവായി. അതിൻ്റെ പിറ്റേ ദിവസം ആ സഹോദരൻ വീണ്ടും തന്നെ അവിടെ പോവാണ്. വിളക്കന്നൂർ പോയി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഇവിടെ ഒരു അദ്ദേഹം എന്നോടൊന്നൊരു പറയാണ്, അച്ഛന്ന് പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചേനെ. അന്ന് പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ തകിടം മറിഞ്ഞേനെ. ഇവിടെ വരെ ഞാൻ കൊണ്ടുപോയതിൻ്റെ നന്മ പറയല്ല, ഈശോ ആഗ്രഹിക്കുന്നവരെ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കാനായിട്ട് നമ്മൾ ഒരു മനസ്സ് കാണിച്ചാൽ തീർച്ചയായും ഏത് പ്രതിസന്ധിയും അവിടെ അഴിയപ്പെടും. ഡാനിയലിന്റെ ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞത് ഒക്കെ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കേട്ടു. വിശുദ്ധ കുർബാനയിൽ അഴിയാത്ത കെട്ടുകളില്ല, അവിടെ മാറാത്ത രോഗങ്ങളില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, വിശുദ്ധ കുർബാനയുടെ അടുത്ത് പോകുന്ന ഒരാൾക്ക് പോലും നിരാശപ്പെടേണ്ട ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് എനിക്ക് ഈ ദിവസങ്ങളിൽ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അവിടേക്ക് ഞാൻ മനുഷ്യനെ കൊണ്ടുപോയി. വലിയൊരു പ്രതിസന്ധി, തീർച്ചയായിട്ടും എനിക്കിതിൻ്റെ ആഴം ഇപ്പോൾ മനസ്സിലാവും. അത്രമേൽ വലിയൊരു പ്രതിസന്ധി വളരെ സിമ്പിളായിട്ട് കർത്താവ് അത് പരിഹരിച്ചു കൊടുത്തു. ദിവ്യകാരുണ്യത്തെ നീ അങ്ങോട്ട് കൂട്ടുപിടിക്കാൻ ശ്രമിച്ചാൽ, ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കാനായിട്ട് ശ്രമിച്ചാൽ, സഹോദര സഹോദരി, ഇതൊരു അനുഭവമാണ്. ഏത് കെട്ടും അവിടെ അഴിയപ്പെടും, ഏത് പ്രതിസന്ധിക്കും അവിടെ ഉത്തരവുണ്ടെന്നുള്ള വലിയ ബോധ്യം ഈ ദിവസങ്ങളിൽ കർത്താവ് വളരെ വളരെ ഉറപ്പായി എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചൊരു അനുഭവമായിരുന്നു ഇത്. തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനേ, തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനേ. മിസ്റ്റർ ജോൺ ക്രിസോസ്തവൻ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരാറുണ്ട്. ദൈവം മാലാഖമാർക്കും ദൂതന്മാർക്കും നൽകിയിട്ടില്ലാത്തൊരു അധികാരം വൈദികന് കൊടുത്തിട്ടുണ്ട്. ഇതാണ്, വൈദികൻ ഈ ലോകത്തിൽ പരികർമ്മം ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം സ്ഥിരീകരിക്കുന്നു. നമ്മൾ വിളിക്കുമ്പോൾ ഈ അൾത്താരയിലേക്ക് ഈശോ വരുന്നുണ്ട്, ഈ അപ്പത്തിലേക്ക് ഈശോ വരുന്നുണ്ട്. ഇത് വലിയൊരു ബോധ്യമാണ്. ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ചില സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുറമേ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പാട്ടുകാർ പാടുമ്പോൾ അല്പം കൊളാക്കി പാടും, അപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാനുള്ള സാഹചര്യം ഹൃദയത്തിൻ്റെ അടുത്തേക്കാണ്. ചില സമയത്ത് പ്രാർത്ഥന ചെല്ലുമ്പോൾ ചില തെറ്റിച്ചൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് ഒരു ദേഷ്യമൊക്കെ തോന്നും. പക്ഷേ ഇതുവരെയായിട്ടും, അത് എൻ്റെ നല്ല ബോധ്യത്തിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ്, ഇതുവരെയായിട്ടും വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒന്ന് ദേഷ്യപ്പെടാനോ ഒരല്പം റഫായിട്ട് ആ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഇടവന്നിട്ടില്ല. ഒരുപക്ഷെ മറ്റാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം വൈദികർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യം ഉള്ളിൽ എപ്പോഴോ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടായിരിക്കും ഒരിക്കൽ പോലും ദേഷ്യപ്പെടാനോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ. പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഉണ്ടാവാതെ കുർബാന അർപ്പിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നല്ല വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കർത്താവ് തന്ന വലിയൊരു കൃപയെ എപ്പോഴും നന്ദിയോട് ഓർക്കുകയാണ്. ഒരിക്കൽ പോലും അങ്ങനെ അല്ലാതെ ഒരു കുർബാന അർപ്പിക്കാൻ എനിക്ക് ഇടവന്നിട്ടില്ല എന്നാണ് എൻ്റെ നല്ല ബോധ്യം. അപ്പം അതുകൊണ്ട് അന്ന് കോടിക്കലച്ചൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നതുകൊണ്ടാവാം വീണ്ടും അത് തന്നെ ഇങ്ങനെ മനസ്സിൻ്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നത്. നീ വിളിക്കുമ്പോൾ ഈശോ വരും മോനെ. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും